ഇപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്ട് ഇറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടോ റൈറ്റ് ടൈമിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ റീസെന്റ് ആയിട്ട് നടക്കുന്ന കുറെ ഇഷ്യൂസുകൾ നോക്കുമ്പോൾ ഇപ്പൊ നല്ല സൊസൈറ്റിയിൽ ആണുങ്ങൾ മാത്രമല്ല പെൺകുട്ടികളിലും സ്ത്രീകളിലും ഇങ്ങനെ പ്രവണത ഉണ്ട്. കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് നല്ല ചെയ്തു ഒരു വൈറലാവാൻ വേണ്ടി ഒരു ഇൻസിഡന്റ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു റീലിന് വേണ്ടി പറഞ്ഞ ക്രിയേറ്റർ ബസ്സിൽ നടന്ന ഒരു ഇൻസിഡന്റ് വൈറലാവാൻ വേണ്ടി ചെയ്തത്. അപ്പം ശരിക്കും പുരുഷന്മാരാണോ സ്ത്രീകളാണോ സുരക്ഷിതരാത്തവർ? പുരുഷന്മാരും സുരക്ഷിതരല്ലെന്ന് പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണോ വ്യക്തമാക്കപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയാനോ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനോ പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്. നമ്മൾ കൂടത്തായി കേസുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കുറെ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും ആദ്യം സേഫ് എന്ന് പറയാം. സിസ്റ്റം ഉള്ളതാണ്. പക്ഷെ ഇത് രണ്ട് വശത്തും ഉണ്ടാവേണ്ടതല്ലേ? ഒരാണായാലും പെണ്ണായാലും ഒരേപോലെ തന്നെ അത് കൺസിഡർ ചെയ്യപ്പെടേണ്ടതല്ലേ? ഒരാണിനൊരു നിയമം പെണ്ണിനൊരു നിയമം അങ്ങനെയല്ലല്ലോ. പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടായപ്പോൾ എതിരെ നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്നോ അല്ല അയാളുടെ പേര് അയാളുടെ കുടുംബം എന്തായിത്തീരുന്നോ അറിയത്തില്ല. പിന്നീടാണ് ഈ തെറ്റൊന്നുമില്ല എന്നറിയുന്നത്. പക്ഷെ അത്രയും നാളും അനുഭവിച്ചിരുന്ന അയാളുടെ പ്രശ്നം, അയാളുടെ മാനസിക വിഷമം, അയാളുടെ കുടുംബം ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ആൾക്കാർ അറിയുന്നില്ല. അപ്പം അതേ പെർസ്പെക്റ്റീവ് സ്ത്രീക്ക് ഉണ്ടായിപ്പോയി. അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തിന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാമല്ലോ. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിയമം മാറ്റിയെഴുതിയവരായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല. അബ്യൂസീവ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നുണ്ട്. സെക്ഷൽ അബ്യൂസ് അങ്ങനെയുള്ള കേസസ് വരുമ്പോഴാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അവരൊരു വ്യക്തിം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ.